ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമി എവിടെയാണ് നിരോധിക്കപ്പെടാത്തത്? ലോകത്തെല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് രാജ്യങ്ങളില്ല. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പാൻ ഇസ്ലാമിക് ലോകമേ ഉള്ളൂ. ലോകത്തിൽ എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നയമാണ്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് മൗലാന അബുൽ അല മൗദൂദി എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികളാണ്, അവരുടെ അമുസ്ലിം ഭരണമാണ് രാജ്യത്ത് നടക്കുന്നത്. ആ അമുസ്ലിം ഭരണം പോയിട്ട് ഇനി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ഒരു ഭരണം, അതും അമുസ്ലിം ഭരണമാണ്. ഒരു അമുസ്ലിം ഭരണത്തിൽ നിന്ന് മറ്റൊരു അമുസ്ലിം ഭരണത്തിലേക്ക് വരുന്നതിനാണ് നമ്മൾ സ്വാതന്ത്ര്യ സമരം നടത്തുന്നത്. പാടില്ല, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കരുത്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിലുള്ള സമീപനം അതായിരുന്നു. മുഹമ്മദ് അലി ജിന്ന മുൻകൈ എടുത്ത് പാകിസ്ഥാൻ കിട്ടി. അവിടെ ചെന്നിട്ട് ജിന്നയുടെ കാല് പിടിച്ച് പറഞ്ഞു നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കി കളയാം. ജിന്ന സമ്മതിച്ചില്ല. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും മതരഹിതനായിരുന്നു. ഇന്ത്യ സെക്കുലർ ആണെങ്കിൽ നമ്മളും സെക്കുലർ ആണ്. ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ നമ്മളും ഡെമോക്രാറ്റിക് ആണ്. ഇന്ത്യക്ക് ആരൊക്കെ മന്ത്രിമാരുണ്ട് ആ പാറ്റേണിലാണ് അവിടെ മന്ത്രിമാരുണ്ടാക്കിയത്. ഞാൻ പറഞ്ഞത് അവിടെ ചെന്നപ്പോ സമ്മതിച്ചില്ല. അതുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ പാകിസ്ഥാനെയും പറ്റിയില്ല. എന്നിട്ടോ 971 ബംഗ്ലാദേശ് വന്നു. ബംഗ്ലാദേശിന്റെ വിമോചന സമരം ഷെയ്ഖ് മുജീബ് റഹ്മാൻ നയിക്കുമ്പോൾ ഇന്ത്യ വലിയ തോതിൽ ആ വിമോചന സമരത്തെ പിന്തുണക്കുമ്പോൾ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ നയം എന്തായിരുന്നു? പാകിസ്ഥാന്റെ കൂടെ നിൽക്കണം, ഇസ്ലാമിക് ഐഡന്റിറ്റി ഉള്ളത് നമ്മൾ തകർക്കരുത്. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഒന്നിച്ചു നിന്നാൽ നമ്മളൊരു ശക്തിയാണ്, തകർക്കരുത്, വെട്ടിമുറിക്കരുത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ജമാഅത്തെ ഇസ്ലാമി എതിരാണ്, പാകിസ്ഥാൻ സ്വാതന്ത്ര്യ സമരത്തിനെതിരാണ്, ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിനെതിരാണ്. അവർക്ക് വേണ്ടത് ഒരു പാൻ ഇസ്ലാമിക് ലോകമാണ് എന്ന് കാണാൻ നമുക്ക് കഴിയണം. ആ പാൻ ഇസ്ലാമിക് ലോകം ഇപ്പൊ വാഴുന്നത് അമേരിക്കയുടെ ചെലവിലാണ്. അതാണ് ബംഗ്ലാദേശിനെ കുറിച്ച് പറയേണ്ടത്. ബംഗ്ലാദേശായും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് കൂടി മാരകമായ അപകടമാണ് ഉയർത്തുന്നത്.